നമസ്കാരം. തെരഞ്ഞെടുപ്പുകൾ അടുത്തതോടുകൂടി പലയിടത്തും കർഷകരാണ് പ്രധാന സംസാര വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കങ്കണ റണാവത്ത് എന്ന് പറയുന്ന മാണ്ഡിയിലെ BJP MP, അവർ ചലച്ചിത്ര താരമായിരുന്നു എന്നുള്ളവിടെ നിൽക്കട്ടെ, മാണ്ഡിയിലെ MP കർഷകർക്കെതിരായി കുറേയധികം പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് BJPയെ സത്യത്തിൽ വട്ടം ചുറ്റിച്ചു എന്ന് പറയുന്നതാവും ശരി. BJP ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് നമുക്കറിയാം, ബംഗ്ലാദേശിലെ പോലുള്ള സമാനമായ സംഭവങ്ങൾ രാജ്യത്തുണ്ടായേനെ, അതായത് അതുപോലെയുള്ള ഒരു അരാജകത്വം നിറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായേനെ ഈ സമരത്തെ ഒന്ന് ഒതുക്കി തീർക്കാൻ സർക്കാർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ. അപ്പോൾ ഇങ്ങനെ തുടങ്ങി. അതിനുശേഷം പിന്നെ പുതുതായിട്ട് വന്നു ഈ സർക്കാർ, അതായത് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ 3 കാർഷിക ബില്ലുകൾ വീണ്ടും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കർഷകർ തന്നെ ആവശ്യപ്പെടണം, ആ നിയമങ്ങൾ തിരികെ കൊണ്ടുവരണം എന്ന് കർഷകർ തന്നെ ആവശ്യപ്പെടണം എന്ന് കങ്കണ റണാവത്ത് പറഞ്ഞു. പക്ഷേ ഇതിനെല്ലാം എതിർത്തുകൊണ്ട് BJPയുടെ ഒരു വിഭാഗം, അതിൻ്റെ കേന്ദ്ര വക്താവ് തന്നെ, ദേശീയ വക്താവ് തന്നെ രംഗത്തെത്തി. ഇതൊന്നും ഞങ്ങളുടെ അഭിപ്രായമല്ല, ഇതൊക്കെ കങ്കണയുടെ മാത്രം അഭിപ്രായമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിയത്. അതേസമയം ഇപ്പോൾ രാഹുൽ ഗാന്ധി, നമുക്കറിയാം രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്, രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ചോദിക്കുന്നത് കേന്ദ്രം പറയേണ്ട, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ നയം കേന്ദ്രം വ്യക്തമാക്കേണ്ടതാണ്. അതായത് കങ്കണ റണാവത്ത് പറയുന്നതാണോ കേന്ദ്രത്തിൻ്റെ നിയമം എന്നുള്ളത് കേന്ദ്രം വ്യക്തമാക്കേണ്ടതുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. കേന്ദ്രത്തിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഈ കങ്കണ റണാവത്തിന്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞങ്ങൾക്ക് നടപ്പിലാക്കണം, ആ 3 ബില്ലുകൾ നടപ്പിലാക്കണം എന്ന് കേന്ദ്രം കങ്കണയെ കൊണ്ട് പറയുകയാണോ ചെയ്യുന്നത്? അത് വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ. ദേശീയ വക്താവ് പറഞ്ഞു എന്ന് മാത്രമാണ്. കേന്ദ്രം ഭരിക്കുക എന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാരല്ല. അതായത് BJP എന്ന് പറയുന്ന കക്ഷിയല്ല, ഒരു പ്രധാനമന്ത്രിയുണ്ട് രാജ്യത്തിന്. ആ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇതേ സംബന്ധിച്ചൊരു പ്രസ്താവന നടത്തിയില്ല? കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും ഒരു MP എന്നുള്ള നിലയിൽ ഒരു സർക്കാരിൽ അംഗമായിരിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് ഒരു മൂക്കുകയറിടാൻ ഈ പറയുന്ന പ്രധാനമന്ത്രി തയ്യാറാവുന്നില്ല? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJPയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ, ഈ പറയുന്ന കർഷകരുടെ എല്ലാ കാര്യങ്ങൾ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരി എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. പക്ഷേ അത് വ്യക്തമാക്കാൻ തയ്യാറാകുന്നില്ല. നമുക്കറിയാം, 2020-21 കാലഘട്ടത്തിൽ 700-ലധികം കർഷകരാണ് ഈ കർഷക സമരത്തിൽ ജീവൻ വെടിഞ്ഞത്. അത് പലതരത്തിൽ അവരെ കൊലപ്പെടുത്തുകയുണ്ടായി, ഉപദ്രവത്തിലൂടെ അവർ മരണപ്പെടുകയുണ്ടായി. അതുമല്ലാതെ അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെ ഈ 700-ലധികം കർഷകരാണ് മരണപ്പെട്ടത്. അപ്പോൾ ഈ സാഹചര്യം മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ കങ്കണ റണാവത്ത് എന്ന് പറയുന്ന ഒരു MP ഈ രീതിയിൽ നിരുത്തരവാദപരമായ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാ BJPക്കാരും കങ്കണ റണാവത്തിനെ എതിർത്തിട്ടുണ്ടോ? ഇല്ല. നമുക്കറിയാം, ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലുള്ള ഒരു MLA, അദ്ദേഹം വന്നിട്ടുണ്ട്. നന്ദകിഷോർ ഗുജ്ജാർ എന്ന് പറയുന്ന ഒരു MLA കങ്കണയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, കങ്കണ പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ്? അല്ലേ? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്. കങ്കണ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല, കൃത്യമായ കാര്യങ്ങളാണ് കങ്കണ പറഞ്ഞിരിക്കുന്നത്. കാര്യം, ഈ രീതിയിൽ മൃതദേഹങ്ങൾ കെട്ടിത്തൂക്കിയിരുന്നു. അതായത് കർഷക സമരം നടക്കുന്ന സമയത്ത് കർഷകർ തന്നെ മൃതദേഹങ്ങൾ സമരമുഖത്ത് കെട്ടിത്തൂക്കിയിരുന്നു. അത്ര അരാജകത്വം നിറഞ്ഞ ഒരു സമരമായിരുന്നു കർഷകർ നടത്തിയിരുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയാണിപ്പോൾ നന്ദകിഷോർ ഗുജ്ജാർ എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള MLA, അതും BJPയുടെ നേതാവാണ് എന്ന് ഓർക്കണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് കങ്കണ പറഞ്ഞത് റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. കങ്കണയെ കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ ഈ പറയുന്ന ഈ കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട് BJPയിലുള്ള നേതാക്കന്മാർ തമ്മിൽ പോലും പല തട്ടിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വലിയ വിഭാഗം ഈ പറയുന്ന കർഷക നിയമം എന്ന് പറയുന്ന കർഷക നിയമം സത്യത്തിൽ കരിനിയമമാണ്. ആ നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നവരും നടപ്പിലാക്കിയാൽ ഈ വരാൻ പോകുന്ന ഹരിയാന തെരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും. അങ്ങനെ 2 തട്ടിലാണ്. അല്ല, നടപ്പിലാക്കരുത് എന്ന് പറയുന്ന ഒരാൾ പോലും BJPക്കാരുടെ കൂട്ടത്തിലില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാവുന്ന പോലെ അവിടെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് വേദിയിൽ പോയെന്ന് എന്താ പ്രസംഗിച്ചേ? നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? ഇവിടെ കോൺഗ്രസ് പാർട്ടി അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വികസന മുരടിപ്പായിരിക്കും, സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാതെ ഈ സംസ്ഥാനം തന്നെ തകർന്ന് തരിപ്പണമായി പോവും, വികസനം നശിച്ചു പോകും.
വികസനമെന്നത് ഉണ്ടാകില്ല, യാതൊരു പുരോഗതിയും ഉണ്ടാകില്ല, അങ്ങനെ തന്നെ കടന്നു പോകും എന്നാണ് പ്രധാനമന്ത്രി അവിടെ പോയി പ്രസംഗിച്ചത്. കാര്യമൊക്കെ ശരി തന്നെ. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ പറയുന്ന സൈനിയുടെ നേതൃത്വത്തിൽ എന്ത് മലമറിച്ചു? അവിടുത്തെ ഖട്ടറെ പുറത്താക്കിയതിന് കാരണം എന്താണ്? അവിടെ ജനങ്ങൾക്ക് യാതൊരു താല്പര്യമില്ലാത്തൊരു പ്രധാനമന്ത്രിയായിരുന്നതേ ഖട്ടർ. അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി, പകരമാണ് ഈ സൈനിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. എന്നിട്ട് എന്തായി പ്രയോജനം? സൈനിയെ കൊണ്ടെന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ അർത്ഥം. സൈനിയും ഇപ്പോൾ ഒരു ജനവിരുദ്ധ സർക്കാരായി മാറിയിരിക്കുകയാണ്, സൈനി നയിക്കുന്ന സർക്കാർ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെയെങ്കിലുമൊക്കെ കുറേ ഗിമിക്സ് കാണിക്കുക. അതിനൊരുപക്ഷെ ഈ പറയുന്ന ഞങ്ങൾ കർഷകർക്കൊപ്പമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു MPയെ കൊണ്ട് ഇങ്ങനെ പറയിക്കുക, തുടർന്ന് വേറൊരാൾ വന്ന് BJPക്കാർ അതിനെ എതിർത്ത് പറയുക. അല്ല, ഇതൊക്കെ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ BJP അല്ലെങ്കിൽ ഈ പറയുന്ന കർഷകരുടെ വോട്ടെല്ലാം തങ്ങൾക്ക് ഇങ്ങ് കിട്ടും എന്നുള്ളതാണ് ധരിച്ചു വശായിരിക്കുന്നതെങ്കിൽ അത് തെറ്റായിപ്പോയി. അത് തെറ്റാണ്. കാര്യം ഹരിയാനക്കാർ ഇനി ഒരിക്കലും BJPക്കാരെ അവിടെ നിർത്തി ജയിപ്പിക്കാൻ സാധ്യതയില്ല. വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉടൻ തന്നെ വരുന്നുണ്ട്. നമുക്കറിയാം, ഷെൽജ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകയെ പറഞ്ഞ് തെറ്റിദ്ധരിച്ച് സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർ മാറിയിരുന്നു. അവരെ അനുകൂലിച്ചുകൊണ്ട് BJPക്കാരെത്തി. ഇനിയിപ്പോൾ ഷെൽജ ഞങ്ങളുടെ കൂടെ ചേരുമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പ്രചരണമൊക്കെ നടത്തുകയുണ്ടായി. എന്നാൽ അതേസമയം രാഹുൽ ഗാന്ധി വരും ദിവസങ്ങളിൽ ഹരിയാനയിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി റാലി നടത്താൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്നുണ്ട്. ആ സമയത്ത് ഷെൽജ ഒരു സജീവ പ്രവർത്തകയായി ഉണ്ടാകും. ആ പ്രശ്നങ്ങളെല്ലാം ഈ പറഞ്ഞ മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ട് നടത്തിയ ചർച്ചകളിൽ ഒത്തീർപ്പായി കഴിഞ്ഞു. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവും രാഹുൽ ഗാന്ധിയുടെ പ്രചരണവും കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രിയങ്ക ഗാന്ധിയും എത്തും. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പങ്കാണുള്ളത്. കാര്യം ഒരാൾ ശക്തമായി BJP എന്ന് പറയുന്ന പാർട്ടിയെ ശക്തമായി എതിർക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി. ലോക്സഭയിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഉച്ചത്തിൽ ശബ്ദിക്കാനുള്ള കഴിവും ആർജവും ഈ പറയുന്ന രാഹുൽ ഗാന്ധി നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഹരിയാന തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കായി രാഹുൽ ഗാന്ധി ഇറങ്ങുമ്പോൾ അതിൻ്റെ ഫലം മറ്റൊന്നായി മാറും. ഈ പറയുന്നത് പോലെ ഒരു ശക്തമായ നിലയിലേക്ക് അവിടുത്തെ കോൺഗ്രസ് പാർട്ടി എത്തിച്ചേരും. മറ്റൊന്നുകൂടി പറയാം, AAP ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് AAPയുടെ അരവിന്ദ് കെജ്രിവാളും കൂടി അവിടെ എത്തുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പം വലിയ ശബ്ദിക്കുന്ന മുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ AAPയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പ്രചരണ പരിപാടിയും കൂടെ ആകുമ്പോൾ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ഹരിയാനയിൽ നിന്ന് ഇനി യാതൊരു കാരണവശാലും ഇനി എന്തൊക്കെ അവിടെ ഗിമിക്സ് കാട്ടിയാലും ശരി, യാതൊരുവിധ നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.